സദ്യയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഉഷാർ ഇഞ്ചിക്കറി നമുക്കിന്ന് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഇതാ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നല്ല നൈസായിട്ട് അരിഞ്ഞിരിക്കുന്ന ഇഞ്ചി വന്നിട്ട് ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്കൊരു 7 ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ സ്ലൈസ് ചെയ്ത് അതും ഒരു 5 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കറിവേപ്പിലയും ഇട്ടൊന്ന് ഇതുപോലെ ഒന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ അതൊന്ന് തണുക്കുന്നവരെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി അതേ എണ്ണയിൽ തന്നെ കുറച്ച് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, പിന്നെ കുറച്ച് മണത്തിനും ടേസ്റ്റിന് വേണ്ടിയിട്ടൊരു കായപ്പൊടി ഇട്ടിട്ടുണ്ട് 1/2 ടീസ്പൂൺ, പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഒരു 1/2 കപ്പ് പുളി പിഴിഞ്ഞ വെള്ളവും 1 കപ്പ് വെള്ളവും പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടൊന്ന് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നത് ഇതുപോലെ ഒന്ന് പൾസിലിട്ടൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. നല്ലപോലെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. അത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇനി ഇഞ്ചിക്കറിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് കൂട്ടാനായിട്ട് 2 ടേബിൾ സ്പൂൺ ശർക്കരയും കൂടെ ഇട്ടൊന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മൾ ഇഞ്ചിക്കറി റെഡിയായി.